ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഖമനേയിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് തീർത്തും അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഖമനേയിയെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പോലും അറിവില്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിവുള്ള ഏതോ ഒരു അജ്ഞാത ഭൂഗർഭ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഖമനേയിയെ മാറ്റിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നതരും ചില പ്രധാനപ്പെട്ട മുൻ നേതാക്കളുമടങ്ങിയ സംഘത്തിൻ്റെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിലാണ് ഖമനേയിയെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും സുരക്ഷിതമായ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഈ കേന്ദ്രത്തെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന് പോലും അറിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഖമനേയിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വലിയ ചാവേർ ആക്രമണം ഉണ്ടായത്. MEK എന്ന സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം ലക്ഷ്യമിട്ടത് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഖമനേയിയാണ് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. MEKയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഖമനേയി ആണ് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ആ ആക്രമണം തുടക്കത്തിൽ പരിമിതമായിരിക്കുമെന്നും ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാത്രമേ തങ്ങൾ ആക്രമണം നടത്തുകയുള്ളൂ എന്നും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും തന്നെ വ്യക്തമാക്കിയിരുന്നു. ആദ്യ ആക്രമണം ടെഹ്റാനിലേക്കായിരിക്കും. ടെഹ്റാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഖമനേയിയുടെ ഓഫീസും മറ്റ് സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലേക്കായിരിക്കും ആക്രമണം എന്നുള്ളത് വ്യക്തം. അതായത് ഏറ്റവും പ്രധാനമായി അമേരിക്ക ലക്ഷ്യമിടുന്നത് ആയത്തുള്ള അലി ഖമനേയിയെ, മസൂദ് പെഷസ്കിയാനെ, അബ്ബാസ് അരഗാച്ചിയെ, അങ്ങനെ ഇറാനിലെ പ്രധാനപ്പെട്ട 1, 2, 3, 4 അടക്കമുള്ള നേതാക്കന്മാരെ വധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അല്ലാതെ ഇറാനിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം നടത്തുകയോ ഇറാനിലെ ആയുധ കേന്ദ്രങ്ങളെ ഇറാനിലെ ഓയിൽ പ്ലാന്റുകളെ ഒന്നും തകർക്കുക എന്നുള്ളതൊന്നും അമേരിക്കയുടെ ലക്ഷ്യമല്ല. അമേരിക്കയുടെ ലക്ഷ്യം ഇത്രയും പ്രധാനമാണ്: ആയത്തുള്ള അലി ഖമനേയി, മസൂദ് പെഷസ്കിയാൻ അടക്കമുള്ള ഇറാനിലെ മതഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുക. അവരെ തുടച്ചു നീക്കിയാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മോചിപ്പിക്കപ്പെടും. ആ രാജ്യത്തിൽ പുതിയൊരു ഭരണകൂടം കൊണ്ടുവരിക, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തെ ഇറാനിൽ അധികാരത്തിലേറ്റുക. ഇതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഇറാനും അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ്റെ ലക്ഷ്യം ആയത്തുള്ള അലി ഖമനേയി എന്ന തങ്ങളുടെ പരമോന്നത നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 3ാം വട്ടവും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ജനീവയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ജനീവയിൽ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചുപോയി. ഇതിന് പിന്നാലെ ഇസ്രായേലിൽ നിന്നുള്ള തങ്ങളുടെ പ്രതിനിധി സംഘത്തെ അമേരിക്ക പിൻവലിച്ചിരിക്കുന്നു. സമ്പൂർണ്ണമായ യുദ്ധത്തിനുള്ള ഒരു മുന്നൊരുക്കമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. USS ജെറാൾഡ് എന്ന അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പൽ ഇപ്പോൾ ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പൂർത്തിയാക്കിയിരിക്കുന്നു. ഇറാൻ എന്ന രാജ്യത്തെ ചുറ്റി വരിഞ്ഞ് അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇറാന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ തങ്ങളുടെ സൈനിക ബേസുകളിൽ ഫൈറ്റർ ജെറ്റുകൾ F-15, F-16, F-35 അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം തയ്യാറായിരിക്കുന്നു. B-2 ബോംബറുകൾ അമേരിക്കയിൽ ഒരു ഉത്തരവിന് കാത്തു കിടക്കുന്നു. അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കനും USS ജെറാൾഡ് അടക്കമുള്ള പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ്റെ ചുറ്റുമുള്ള തീരങ്ങളിൽ, സമുദ്രതീരങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. അങ്ങനെ അമേരിക്ക ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇറാനാകട്ടെ ആകെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ആഭ്യന്തര കലഹം മൂലം ആകെ ഉഴലുന്ന അവസ്ഥയിലാണ് ഇറാൻ. അതിനിടയിലാണ് അമേരിക്കയുടെ ഈ ആക്രമണ ഭീഷണി. ഇതിനിടയിൽ സ്വന്തം രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറെ സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്. അപ്പോഴും തങ്ങളുടെ രാജ്യത്തെ ഭരണത്തലവന്മാർക്കിടയിൽ 2
പക്ഷമുണ്ട് എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുണ്ട്. അതുകൊണ്ടാണ് മസൂദ് പെഷസ്കിയാനെ പോലും അകറ്റിക്കൊണ്ട് മസൂദ് പെഷസ്കിയാനൊക്കെ പോലും ഉൾപ്പെടുത്താതെ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് ആയത്തുള്ള അലി ഖമനേയിയെ മാറ്റിയിരിക്കുന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും ആദ്യ ആക്രമണം എപ്പോഴുണ്ടാകുമെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ലോകം മറ്റൊരു മഹായുദ്ധത്തിൻ്റെ സാക്ഷിയാകാൻ പോകുന്നു എന്നുള്ള ഭയപ്പാടോടെയാണ് ലോകം കാത്തിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു. 2023 ഒക്ടോബർ മാസം 7 തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ആ യുദ്ധത്തിൻ്റെ ചെറുചലനങ്ങളായി ഇസ്രായേൽ ഇറാൻ ആക്രമണമുണ്ടായിരുന്നു, ഇസ്രായേൽ സിറിയ ആക്രമണമുണ്ടായിരുന്നു, ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണമുണ്ടായിരുന്നു, ഇസ്രായേൽ ലെബനൻ ആക്രമണമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ അതിൻ്റെ ചെറുചലനങ്ങളായിരുന്നു. എന്നാൽ ഇതിപ്പോഴിതാ സുപ്രധാനമായ രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. സൂചനകൾ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ്. ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി യുദ്ധമെന്ന പ്രഖ്യാപനത്തിലേക്ക് അമേരിക്ക നീങ്ങുകയാണ്. അമേരിക്ക അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇറാന് ചുറ്റും തങ്ങളുടെ പടക്കപ്പലുകളെയും തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളെയും വിന്യസിച്ചിരിക്കുന്നു. തങ്ങളുടെ സൈന്യത്തെ ഇറാൻ്റെ അതിർത്തികളിലേക്ക് വിന്യസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ ഇറാൻ്റെ അതിർത്തികളിൽ കൃത്യമായി തന്നെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഉത്തരവ് മതി, അമേരിക്ക ഇറാനെ ആക്രമിക്കും.